സ്വാഗതം. ചെസ് ബോർഡിന് മുന്നിലിരുന്ന് ഒരു ഗ്രാൻഡ് മാസ്റ്റർ ചിന്തിക്കുന്നത് കാണുന്നത് അതൊരു പ്രത്യേക ഫീൽ തന്നെയാണല്ലേ. ആ തലച്ചോറിനുള്ളിൽ എന്തായിരിക്കും നടക്കുന്നത്? ഇന്ന് അതാണ് കുറച്ചുകൂടി ആഴത്തിൽ നോക്കാൻ പോകുന്നത്. അലക്സാണ്ടർ കോട്ടോവിന്റെ പ്രസിദ്ധമായ തിങ്ക് ലൈക്ക് എ ഗ്രാൻഡ് മാസ്റ്റർ എന്ന പുസ്തകമുണ്ടല്ലോ, അതിലെ ചില പ്രധാന ആശയങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പം നമ്മുടെ ലക്ഷ്യം ഇതാണ്: ഒരു ഗ്രാൻഡ് മാസ്റ്റർ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, ആ രീതി ലളിതമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവരെങ്ങനെയായി സങ്കീർണമായ നീക്കങ്ങളൊക്കെ വിശകലനം ചെയ്യുന്നത്, ഒരു പൊസിഷന്റെ ഗുണം ദോഷം ഇതൊക്കെ എങ്ങനെയാ അളക്കുന്നത്, വിജയത്തിലേക്കുള്ള വഴികൾ എങ്ങനെയാ കണ്ടെത്തുന്നത്. നിങ്ങൾ ചെസ്സ് കളിക്കുന്ന ആളാണെങ്കിലും അല്ലെങ്കിൽ കളി കാണാൻ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിലും ഈ സംസാരം നിങ്ങൾക്ക് പുതിയ ചില ഉൾക്കാഴ്ചകൾ നൽകുമെന്ന് കരുതുന്നു. നമുക്ക് തുടങ്ങിയാലോ? കോട്ടോവ് തുടങ്ങുന്നത് തന്നെ ഒരു ഗ്രാൻഡ് മാസ്റ്ററുടെ മനസ്സിലേക്ക് ഒന്ന് എത്തിനോക്കിക്കൊണ്ടാണ്. ഒരു പൊസിഷൻ മുന്നിൽ കിട്ടിയാൽ അവരാദ്യം എന്തായിരിക്കും ചെയ്യുക? നമ്മൾ വിചാരിക്കും പോലെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് കാൽക്കുലേഷൻസ് ആയിരിക്കുമോ? കോട്ടോവ് പറയുന്നത് ആദ്യം അവർ നോക്കുന്നത് കരുകളുടെ എണ്ണമാണെന്നാണ്, പ്രത്യേകിച്ച് കാലാളുകളുടെ എണ്ണം. കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നാമല്ലേ? ശരിയാണ്. പക്ഷെ അതിലൊരു കാര്യമുണ്ട്. ഒരു ഗ്രാൻഡ് മാസ്റ്റർക്ക് മറ്റ് പീസസിന്റെ എണ്ണം ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. പക്ഷേ ഈ പോൺസ്, കാലാളുകൾ പലപ്പോഴും ചിതറിക്കിടക്കുന്നതുകൊണ്ട് അതൊന്ന് എണ്ണി ഉറപ്പിക്കേണ്ടി വരും. അതിനുശേഷം വരുന്നൊരു സ്റ്റെപ്പുണ്ട്. കോട്ടോവ് അതിനെ വ്യക്തമാക്കൽ കാലഘട്ടം അഥവാ ക്ലാരിഫിക്കേഷൻ പീരിയഡ് എന്ന് വിളിക്കും. അതായത്, ഈ പൊസിഷൻ ഇത് മുൻപ് കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും പ്രമുഖമായ കളി ഓർമ്മ വരുന്നുണ്ടോ? അലക്കിനോ ബോഡ്ബിനിക്കോ ഒക്കെ കളിച്ചത് ഓർക്കുന്നുണ്ടോ? ഇവിടെയാണ് അനുഭവം, പിന്നെ ഓർമ്മ, അറിവ് ഇതിൻ്റെയൊക്കെ പ്രാധാന്യം വരുന്നത്. ഒരു പരിചിതമായ പാറ്റേൺ തിരിച്ചറിഞ്ഞാൽ അത് ശരിയായ പ്ലാൻ കണ്ടെത്താനും പിന്നെ സമയം ലാഭിക്കാനും ഒരുപാട് സഹായിക്കും. അപ്പോ ഓർമ്മശക്തിക്ക് ചെസ്സിൽ ഇത്ര വലിയ പങ്കുണ്ട് അല്ലേ? വെറും കണക്കുകൂട്ടൽ മാത്രമല്ല സംഭവം. ഈ ഓർമ്മശക്തിയും എണ്ണമെടുക്കലും കഴിഞ്ഞാൽ പിന്നെന്താണ്? അടുത്തതാണ് പൊസിഷന്റെ ഒരു ആഴത്തിലുള്ള വിലയിരുത്തൽ. ഇത് ചുമ്മാ ആരാണ് മെച്ചം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതലാണ് പൊസിഷന്റെ ഒരു സ്വഭാവം. അത് മനസ്സിലാക്കണം. ഉദാഹരണത്തിന്, തുറന്ന ലൈനുകൾ എവിടെയൊക്കെയാണ്? അതെന്റെ റൂക്കുകൾക്ക് ഗുണം ചെയ്യുവോ? എതിരാളിയുടെ ഏതെങ്കിലും കാലാൾ ദുർബലമാണോ? എന്റെ പീസസൊക്കെ നല്ല സ്ക്വയറുകളിലാണോ ഇരിക്കുന്നത്, അതോ മൂലയ്ക്കെവിടെയെങ്കിലും ഒതുങ്ങിയിരിക്കുകയാണോ? ഇങ്ങനത്തെ കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് പരിശോധിക്കണം. പ്രത്യേകിച്ച് ഈ പോൺ സ്ട്രക്ചർ, പിന്നെ പീസിന്റെ പൊസിഷൻ, അതൊക്കെ വളരെ പ്രധാനമാണ്. ഈ വിലയിരുത്തൽ കഴിഞ്ഞിട്ടാണോ പ്ലാൻ ഉണ്ടാക്കുന്നത്? അതെ. പൊസിഷന്റെ ഗുണവും ദോഷവുമൊക്കെ മനസ്സിലാക്കിയ ശേഷം എനിക്ക് എന്ത് നേടാൻ പറ്റും, എന്റെ ലക്ഷ്യം എന്തായിരിക്കണം എന്നൊക്കെ ചിന്തിക്കുന്നു. അതോടൊപ്പം തന്നെ എതിരാളിയുടെ പ്ലാൻ എന്തായിരിക്കണം, അതെങ്ങനെ തടയാമെന്നും ആലോചിക്കണം. ഇവിടെയാണ് ഈ സ്ട്രാറ്റജി വരുന്നത്. ഈ ഒരു പൊതുവായ ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് പിന്നെ ഏറ്റവും നല്ല നീക്കം, ബെസ്റ്റ് മൂവ് കണ്ടെത്താനുള്ള ശ്രമം തുടങ്ങുന്നത്. അതിനുവേണ്ടിയിട്ട് സാധ്യമായ പ്രസക്തമായ നീക്കങ്ങൾ, അതായത് കാൻഡിഡേറ്റ് നീക്കങ്ങൾ കണ്ടുപിടിക്കുന്നു. ഈ കാൻഡിഡേറ്റ് നീക്കങ്ങൾ കണ്ടെത്തുന്നത് അതൊരു കലയാണെന്ന് തോന്നുന്നു. ചിലപ്പോ ഒരുപാട് സാധ്യതകൾ കാണില്ലേ? അപ്പൊ പ്രധാനപ്പെട്ടവ മാത്രം എങ്ങനെയാ തിരഞ്ഞെടുക്കുക? അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. ഒരുപാട് കാൻഡിഡേറ്റ് മൂവ്സ് പരിഗണിച്ചാൽ സമയം പോകും, നമ്മൾ ക്ഷീണിക്കും. എന്നാൽ കുറച്ചെണ്ണം മാത്രം നോക്കിയാൽ ഒരുപക്ഷെ ഏറ്റവും മികച്ച, ചിലപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു നീക്കം വിട്ടുപോയെന്നും വരാം. ഇവിടെയാണ് ഗ്രാൻഡ് മാസ്റ്റർമാരുടെ ഒരു എക്സ്പീരിയൻസും ഇൻറ്റ്യൂഷനും ഒക്കെ പ്രസക്തമാകുന്നത്. അവർക്ക് പലപ്പോഴും ഏറ്റവും സാധ്യതയുള്ള 2-3 നീക്കങ്ങൾ അത് വേഗത്തിൽ തിരിച്ചറിയാനും പറ്റും. ഓക്കെ, ശരി. അപ്പോ കാൻഡിഡേറ്റ് നീക്കങ്ങൾ കണ്ടെത്തി. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇനിയാണോ ആ പറയുന്ന അനാലിസിസ് ട്രീ വരുന്നത്? അതെ. ഇനിയാണ് ശരിക്കുള്ള കണക്കുകൂട്ടൽ. ഓരോ കാൻഡിഡേറ്റ് നീക്കവും എടുത്താൽ എന്ത് സംഭവിക്കും? എതിരാളി എന്തു മറുപടി തരും? ഏറ്റവും നല്ല മറുപടി ഏതായിരിക്കും? അതിനെന്റെ പ്രതികരണം എന്തായിരിക്കണം? ഇങ്ങനെ ഓരോ സാധ്യതയെയും ഒരു മരത്തിന്റെ ശാഖകൾ പോലെ മനസ്സിൽ കാണുന്നതിനെയാണ് കോട്ടോവ് അനാലിസിസ് ട്രീ എന്ന് വിളിക്കുന്നത്. ഇതൊരു ചൂസ് യുവർ ഓൺ അഡ്വെഞ്ചർ ബുക്ക് വായിക്കുന്ന പോലെയുണ്ട്. ഓരോ തിരിഞ്ഞതും നിങ്ങളെ പുതിയൊരു വഴിതിരിവിലെത്തിക്കും. അതെല്ലാം പരിശോധിക്കണം. പക്ഷേ ഈ ട്രീ ഭയങ്കര വലുതാകാൻ സാധ്യതയില്ലേ? എല്ലാ ശാഖകളും പരിശോധിക്കാൻ സമയം കിട്ടുമോ? അവിടെയാണ് കോട്ടോവിന്റെ ഒരു പ്രധാനപ്പെട്ട നിയമം വരുന്നത്, അല്ലേ? ഒരു ശാഖ ഒരു തവണ മാത്രം. അതെ, കൃത്യം. കോട്ടോവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശങ്ങളിൽ ഒന്നാണത്. എക്സാമിൻ ഈച്ച് ബ്രാഞ്ച് ഓൺലി വൺസ്.
ഒരു വേരിയേഷൻ നന്നായി വിശകലനം ചെയ്ത് അതിലൊരു നിഗമനത്തിലെത്തിയാൽ പിന്നെയും അതിലേക്ക് തന്നെ തിരിച്ചു പോകരുത്. ഇത് സമയം ലാഭിക്കാൻ മാത്രമല്ല, സ്വന്തം അനാലിസിസിലുള്ള ഒരു വിശ്വാസം അതും വളർത്താൻ സഹായിക്കും. വീണ്ടും വീണ്ടും ഒരേ വഴിക്ക് പോകുന്നത് പലപ്പോഴും ഒരു തീരുമാനമെടുക്കാനുള്ള മടിയുടെയോ അല്ലെങ്കിൽ ആത്മവിശ്വാസക്കുറവിന്റെയോ ഒക്കെ ലക്ഷണമാണ്. ഈ നിയമം കേൾക്കാൻ എളുപ്പമാണെങ്കിലും ടൂർണമെന്റിന്റെ ആ ഒരു പ്രഷറിൽ ഇത് പാലിക്കാൻ പറ്റുമോ? ഒന്നും കൂടി നോക്കിയാലോ എന്ന് തോന്നിപ്പോയില്ലേ? തീർച്ചയായും തോന്നും, സംശയമില്ല. അവിടെയാണ് പരിശീലനത്തിന്റെ പ്രാധാന്യം വരുന്നത്. കോട്ടവു തന്നെ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പ്രധാന പ്രശ്നം മിഡിൽ ഗെയിമിലെ ഈ അനാലിസിസിലുള്ള ഒരു കുറവായിരുന്നുവെന്ന്. ഇത് മറികടക്കാൻ അദ്ദേഹം ചെയ്തതെന്താണെന്ന് വെച്ചാൽ, ടൂർണമെന്റ് ബുക്കുകളിലെ നല്ല കോംപ്ലിക്കേറ്റഡ് പൊസിഷനുകൾ എടുക്കും. എന്നിട്ട് കരുകളൊന്നും നീക്കാതെ മനസ്സിൽ മാത്രം മണിക്കൂറുകളോളം ഇരുന്ന് അനലൈസ് ചെയ്യും. എന്നിട്ട് പുസ്തകത്തിലുള്ള വിശകലനവുമായിട്ട് ഒത്തുനോക്കും. ടൂർണമെന്റിലെ അതേ ഒരു മാനസികാവസ്ഥയിൽ ഇത് പരിശീലിക്കുന്നത് വളരെ പ്രധാനമാണ്. അപ്പോ ഇതൊരു മസിൽ പോലെ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കഴിവാണ്. ഈ വിശകലനം ചെയ്യുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള പിഴവുകളെക്കുറിച്ചും കോട്ടോ പറയുന്നുണ്ടല്ലോ. ഗ്രാൻഡ് മാസ്റ്റർമാർ പോലും വലിയ അബദ്ധങ്ങൾ കാണിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, കോട്ടോ പറയുന്ന ഒരു കാര്യമാണ് വിജയത്തിൽ നിന്നുള്ള തലകറക്കം, ഡിസിനസ് ഡ്യൂ ടു സക്സസ്. അതായത് ജയം ഉറപ്പിച്ചു എന്ന് തോന്നുമ്പോൾ നമ്മുടെ ശ്രദ്ധ കുറയും. അപ്പോഴാണ് തീരെ പ്രതീക്ഷിക്കാത്ത ഒരു ചെക്കോ അല്ലെങ്കിൽ ഒരു കരു നഷ്ടപ്പെടുന്നതോ ഒക്കെ സംഭവിക്കുന്നത്. ഇത് നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ മറ്റു കാര്യങ്ങളിലും ഒരുപക്ഷെ അനുഭവം കാണും, അല്ലേ? ജയം ഉറപ്പിക്കും വരെ ശ്രദ്ധ കൈവിടാതിരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. ശരിയാണ്. വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? അമിതമായ ആത്മവിശ്വാസം, അതും പ്രശ്നമാണ്. ചിലപ്പോൾ വളരെ സിമ്പിളായി ജയിക്കാവുന്നൊരു വഴി മുന്നിലുണ്ടാകും. പക്ഷേ കളി കുറച്ചുകൂടി ബ്രില്യൻ്റ് ആക്കാൻ വേണ്ടി കൂടുതൽ സങ്കീർണമായ കോമ്പിനേഷനുകൾക്ക് ശ്രമിക്കും. ഇത് ചിലപ്പോൾ വിപരീത ഫലമുണ്ടാക്കാം. അതുപോലെ കണ്ടീഷൻഡ് റിഫ്ലക്സുകളും ഒരപകടമാണ്. അതായത് വർഷങ്ങളുടെ ശീലം കൊണ്ട് നമ്മൾ അറിയാതെ യാന്ത്രികമായി ചെയ്യുന്ന ചില കാര്യങ്ങൾ. ഉദാഹരണത്തിന്, ക്വീൻ ആക്രമിക്കപ്പെട്ടാൽ ഉടനെ മാറ്റുക എന്നത്. ചിലപ്പോൾ ആ ക്വീനിനെ ബലി കൊടുത്താൽ ജയിക്കാൻ പറ്റുന്ന പൊസിഷനുകളുണ്ടാവാം. പക്ഷേ നമ്മുടെ ആ ഒരു ശീലം കാരണം ആ സാധ്യത നമ്മൾ കാണാതെ പോകും. എനിക്ക് ഏറ്റവും വിചിത്രമായി തോന്നിയത് അന്ധബിന്ദു അഥവാ ബ്ലൈൻഡ് സ്പോട്ട് എന്ന പ്രതിഭാസമാണ്. ബോർഡിലുള്ള ഒരു കരുവിനെക്കുറിച്ച് മൊത്തത്തിൽ മറന്നുപോകുന്നൊരവസ്ഥ. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ ഒരു അത്ഭുതം തോന്നുന്നു. അത് ശരിക്കും ചെസ്സിലെ ഒരു മിസ്റ്ററിയാണ്. അലഖിനെ പോലെയുള്ള വലിയ കളിക്കാർക്ക് പോലും പറ്റിയിട്ടുണ്ട്. ഒരുപക്ഷേ തലച്ചോറ് ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം പ്രോസസ്സ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരുതരം ഷോർട്ട് സർക്യൂട്ടായിരിക്കാം. ഇതിനെല്ലാം ഒരു പരിഹാരമായിട്ട് കോട്ടോവ് ഒരു നിയമം നിർദ്ദേശിക്കുന്നുണ്ട്, ബ്ലൂമൻഫീൽഡിന്റെ നിയമം. ഒരു തുടക്കക്കാരന്റെ കണ്ണിലൂടെ കാണുക. അതെന്താണ് സംഭവം? അതായത് നിങ്ങളൊരു നീക്കം തീരുമാനിച്ചുറപ്പിച്ചു. അത് ബോർഡിൽ കളിക്കുന്നതിന് തൊട്ടുമുൻപ് ഒരു നിമിഷം നിൽക്കുക. എന്നിട്ട് ഏറ്റവും അടിസ്ഥാനപരമായ ചില ചോദ്യങ്ങൾ സ്വയം ചോദിക്കുക. എന്റെ ക്വീൻ വെട്ടിലാകുന്നുണ്ടോ? അടുത്ത നീക്കത്തിൽ മെയ്റ്റ് വല്ലതും സംഭവിക്കുമോ? രാജാവിന് ചെക്ക് വരുന്നുണ്ടോ? ഈ ഒരു പാഡ്സർസ് ചെക്ക് എന്ന് പറയുന്ന സാധനം അത് പല വലിയ അബദ്ധങ്ങളും ഒഴിവാക്കാൻ സഹായിക്കും. കാരണം ഗ്രാൻഡ് മാസ്റ്റർമാർ പലപ്പോഴും ചിന്തിക്കുന്നത് വളരെ ആഴത്തിലുള്ള കാര്യങ്ങളായിരിക്കുമല്ലോ. അപ്പോൾ ഈ ബേസിക് കാര്യങ്ങൾ ചിലപ്പോൾ ശ്രദ്ധയിൽപ്പെടാതെ പോകാം. ഇത് വളരെ പ്രായോഗികമായൊരു ഉപദേശമാണ്. നമുക്കെല്ലാവർക്കും കളിക്കുമ്പോൾ ഇതുപയോഗിക്കാം. ഇനി പൊസിഷൻ വിലയിരുത്തുന്നതിലേക്ക് വന്നാൽ, അതായത് പൊസിഷണൽ ജഡ്ജ്മെന്റ്, ഒരുപാട് ഘടകങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് എന്ന് പറഞ്ഞു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ ഏതൊക്കെയാണ്? സ്റ്റൈനിസ് തൊട്ട് ആധുനിക കാലം വരെയുള്ളവർ ഒരുപാട് ഘടകങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കോട്ടോവിന്റെ പുസ്തകം വെച്ചു നോക്കുമ്പോൾ 2 കാര്യങ്ങൾക്ക് ഞാൻ ഊന്നൽ നൽകും. ഒന്ന്, പോൺ ഘടന, പോൺ സ്ട്രക്ചർ. ഒറ്റപ്പെട്ട പോണുകൾ, പിന്നോക്കം നിൽക്കുന്ന പോണുകൾ, പോൺ ഐലൻഡുകൾ, അതായത് പോണുകൾ കുറഞ്ഞ കൂട്ടങ്ങളായി നിൽക്കുന്നത് നല്ലതാണ്. പിന്നെ വീക്ക് കളർ കോംപ്ലക്സ്, ഒരു പ്രത്യേക നിറത്തിലുള്ള കളങ്ങൾ ദുർബലമാകുന്ന അവസ്ഥ. ഇതൊക്കെ കളിയുടെ ഗതി നിർണ്ണയിക്കുന്ന കാര്യങ്ങളാണ്. ഓർക്കുക, നിങ്ങളുടെ കറുത്ത കളത്തിലെ ആന ബോർഡിൽ നിന്ന് പോയി നിങ്ങളുടെ കാലാളുകൾ വെളുത്ത കളങ്ങളിലാണ് കൂടുതലും ഇരിക്കുന്നതെങ്കിൽ ആ കറുത്ത കളങ്ങളെല്ലാം എതിരാളിക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു തുറന്ന വഴി പോലെയാകും. രണ്ടാമത്തെ പ്രധാന ഘടകം എന്താണ്? കരികളുടെ സ്ഥാനം അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം, പീസ് ആക്ടിവിറ്റി അല്ലെങ്കിൽ പീസ് പൊസിഷൻ. ടെറാഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു കരു മോശം സ്ഥാനത്താണെങ്കിൽ മൊത്തം പൊസിഷൻ മോശമാണെന്ന്. ബോർഡിന്റെ മൂലയിൽ ഒതുങ്ങിക്കൂടുന്ന കളിയിൽ ഒരു പങ്കുമില്ലാത്ത കരികൾ, അതൊരു ബാധ്യതയാണ്. നിങ്ങളുടെ എല്ലാ കരികളും സജീവമായിട്ട് കളിയിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. തുറന്ന ലൈനുകൾ,
സെന്റർ നിയന്ത്രണം എന്നൊക്കെ പറയുന്നത് ഈ കരികളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഓക്കേ. ഈ ഘടകങ്ങളെല്ലാം വിലയിരുത്തി കഴിഞ്ഞാൽ നമ്മൾ പ്ലാനിങ്ങിലേക്ക് കടക്കുന്നു. പക്ഷേ ഈ പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? കളി തുടങ്ങുമ്പോഴുണ്ടാക്കുന്ന ഒരൊറ്റ മാസ്റ്റർ പ്ലാൻ ആണോ അത്? അതൊരു സാധാരണ തെറ്റിദ്ധാരണയാണ്. കോട്ടോവ് തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിന് ആദ്യകാലത്ത് ഇതിനെക്കുറിച്ചൊരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു എന്ന്. ഒരു സിംഗിൾ പ്ലാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തുടക്കം മുതൽ ഒടുക്കം വരെ ഫോളോ ചെയ്യുന്ന ഒരൊറ്റ പദ്ധതിയല്ല, മറിച്ച് ഓരോ ഘട്ടത്തിലും പൊസിഷന്റെ ആവശ്യമനുസരിച്ച് രൂപീകരിക്കുന്ന പരസ്പരം ബന്ധമുള്ള ചെറിയ ചെറിയ പ്ലാനുകളുടെ ഒരു ശൃംഖലയാണത്. ഒരു ലക്ഷ്യം നേടുന്നു, അപ്പോൾ പൊസിഷൻ മാറുന്നു, അതോടെ പുതിയ ലക്ഷ്യം വയ്ക്കുന്നു, അതിനുവേണ്ടി പുതിയ പ്ലാൻ ഉണ്ടാക്കുന്നു, അങ്ങനെയാണത് പോകുന്നത്. അപ്പോ പ്ലാനിങ്ങിൽ ഏറ്റവും പ്രധാനം ഫ്ലെക്സിബിലിറ്റി, അതായത് വഴക്കമാണ് എന്നാണോ? സാഹചര്യം മാറുമ്പോൾ പ്ലാൻ മാറ്റാൻ തയ്യാറാകണം. തീർച്ചയായും അതാണ് ഏറ്റവും പ്രധാനം. തെറ്റായ പ്ലാനില് കടിച്ചു തോന്നുന്നത് അപകടമാണ്. എതിരാളി നിങ്ങളുടെ പ്ലാനിനെതിരെ പ്രതിരോധിക്കുമ്പോൾ, അല്ലെങ്കിൽ പൊസിഷന്റെ സ്വഭാവം മാറുമ്പോൾ അതിനനുസരിച്ച് പ്ലാനിൽ മാറ്റം വരുത്താൻ തയ്യാറാവണം. ചിലപ്പോൾ ഒന്നിലധികം നല്ല പ്ലാനുകളുണ്ടാകാം ഒരു പൊസിഷനിൽ. ഏത് തെരഞ്ഞെടുക്കുന്നു എന്നത് നിങ്ങളുടെ കളിയുടെ സ്റ്റൈലും അറിവുമൊക്കെ അനുസരിച്ചിരിക്കും. കോട്ടോവ് പറയുന്ന വേറൊരു രസകരമായ കാര്യമാണ് അസാധാരണ നീക്കങ്ങൾക്കായി തിരയുക. ലുക്ക് ഫോർ അൺയൂഷ്വൽ മൂവ്സ്. ഇത് പ്രായോഗികമായി എങ്ങനെയാണ് ചെയ്യുന്നത്? അത് സാധാരണ ചിന്താഗതിയിൽ നിന്നൊന്നും മാറി ചിന്തിക്കാനുള്ള ശ്രമമാണ്. എല്ലാവരും പ്രതീക്ഷിക്കുന്ന, പെട്ടെന്ന് കാണുന്ന നീക്കങ്ങൾക്ക് പകരം ഒറ്റനോട്ടത്തിൽ ഒരുപക്ഷെ വിചിത്രമെന്ന് തോന്നുന്ന, എന്നാൽ പൊസിഷനിൽ ഒളിഞ്ഞിരിക്കുന്ന ചില സാധ്യതകളെ പുറത്തുകൊണ്ടുവരുന്ന നീക്കങ്ങൾ. ഇത് കണ്ടെത്താൻ നല്ല ഇൻറ്റ്യൂഷനും ക്രിയേറ്റിവിറ്റിയും വേണം. കോട്ടോവ് പറയുന്നത് ഇത്തരം നീക്കങ്ങൾ നിങ്ങളുടെ കളിക്ക് ഒരു ഭംഗി നൽകുക മാത്രമല്ല, പലപ്പോഴും നല്ല റിസൾട്ട് തരുമെന്നാണ്. അതുപോലെ ഇഴയുന്ന നീക്കങ്ങൾ, ക്രീപ്പിംഗ് മൂവ്സ് ഉണ്ട്. വളരെ ശാന്തമായി പതുക്കെ പൊസിഷൻ മെച്ചപ്പെടുത്തുന്ന ചെറിയ നീക്കങ്ങൾ. ഇവയും കണ്ടെത്താൻ ഒരു പ്രത്യേക ശ്രദ്ധ വേണം. പുസ്തകത്തിൽ ചില പ്രായോഗിക ഉപദേശങ്ങളും കോട്ടോവ് നൽകുന്നുണ്ടല്ലോ. സമയക്കുറവ്, ടൈം ട്രബിൾ, എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിനെക്കുറിച്ചൊക്കെ. അതെ, സമയക്കുറവ് ഒരു യാഥാർത്ഥ്യമാണ് ചെസ്സിൽ. പക്ഷെ അത് പിഴവുകൾക്കൊരു ഒഴികഴിവല്ല എന്നാണ് അലഖിനെ ഉദ്ധരിച്ച കോട്ടോവ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ചിട്ടയായ വിശകലന രീതി പിന്തുടർന്നാൽ അനാവശ്യമായി ഒരേ വേരിയേഷനുകൾ വീണ്ടും വീണ്ടും പരിശോധിച്ച് സമയം കളയാതിരുന്നാൽ ഈ സമയപ്രശ്നം ഒരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റും. സമയക്കുറവിലും സമനില തെറ്റാതെ കഴിക്കാൻ പരിശീലിക്കേണ്ടതുണ്ട്. കളി നീട്ടിവെക്കേണ്ടി വന്നാൽ അഡ്ജേൺഡ് ഗെയിംസ്. അന്ന് രാത്രി മുഴുവൻ ഇരുന്ന് അനലൈസ് ചെയ്ത് ഉറക്കം കളയുന്നത് അത്ര നല്ലതല്ല എന്നാണ് കോട്ടോവ് പറയുന്നത്. ആദ്യം സ്വന്തമായിട്ടൊന്ന് വിശകലനം ചെയ്യുക. കാരണം കളിയുടെ ഒരു ഒഴുക്ക് നിങ്ങളുടെ മനസ്സിലായിരിക്കും കൂടുതൽ നന്നായി പതിയുക. അതിനുശേഷം സുഹൃത്തുക്കളുമായിട്ടോ സെക്കൻഡ്സുമായിട്ടോ ചർച്ച ചെയ്യുന്നത് തെറ്റുകൾ കണ്ടെത്താൻ സഹായിക്കും. അവസാനമായി വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശം, സ്വയം അറിയുക, നോ തൈസെൽഫ് എന്നതാണ്. ഇത് കേവലം ചെസ്സിനു മാത്രമല്ലല്ലോ പ്രസക്തമായിട്ടുള്ളത്. തീർച്ചയായും അല്ലേ. ഇത് ജീവിതത്തിൽ എല്ലായിടത്തും പ്രധാനമാണ്. നിങ്ങളുടെ സ്വന്തം കളികൾ നിരന്തരം വിശകലനം ചെയ്യുക. നിങ്ങൾ എവിടെയാണ് സ്ഥിരമായി തെറ്റുവരുത്തുന്നത്? നിങ്ങളുടെ ശക്തി എന്താണ്? ദൗർബല്യം എന്താണ്? ഈ ഒരു തിരിച്ചറിവാണ് മെച്ചപ്പെടാനുള്ള ആദ്യത്തെ പടി. മറ്റുള്ളവരുടെ കളികൾ പഠിക്കുന്നതിനോടൊപ്പം, അല്ലെങ്കിൽ അതിനേക്കാൾ പ്രധാനമായി, സ്വന്തം കളികളെ നിഷ്പക്ഷമായിട്ട് വിലയിരുത്തുക. ഒരു ഗ്രാൻഡ് മാസ്റ്ററുടെ ചിന്താപ്രക്രിയയിലൂടെയുള്ള നമ്മുടെ ഈ യാത്ര ശരിക്കും കണ്ണു തുറപ്പിക്കുന്ന ഒന്നായിരുന്നു. ചിട്ടയായ വിശകലനം, ഓരോ ഘടകവും ശ്രദ്ധിച്ചുള്ള വിലയിരുത്തൽ, വഴക്കമുള്ള പ്ലാനിംഗ്, തെറ്റുകളിൽ നിന്ന് പഠിക്കാനുള്ള കഴിവ്, ഇവയെല്ലാം ചേരുമ്പോഴാണ് ഒരു മികച്ച കളിക്കാരനുണ്ടാകുന്നത് എന്ന് മനസ്സിലായി. കോട്ടോവിന്റെ പുസ്തകം നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം ഒരുപക്ഷെ ഇതായിരിക്കും. ഗ്രാൻഡ് മാസ്റ്റർ ആകുന്നത് എന്തോ മാന്ത്രിക വിദ്യ കൊണ്ടൊന്നുമല്ല, മറിച്ച് ചിട്ടയായ പരിശീലനത്തിലൂടെയും ചിന്താരീതികളിലൂടെയും ആർജിച്ചെടുക്കുന്നൊരു കഴിവാണത്. ആ രീതികൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്കും നിങ്ങളുടെ ചിന്തകളെ അടുത്ത തലത്തിലേക്ക് ഉയർത്താൻ സാധിക്കും. അത് ചെസ്സിലായാലും ജീവിതത്തിലായാലും. ശരിയാണ്. പോകുന്നതിനു മുൻപ് നിങ്ങൾക്കായി ഒരു ചിന്ത. കോട്ടോവ് പറയുന്ന ആ അസാധാരണ നീക്കങ്ങൾ കണ്ടെത്താനുള്ള കഴിവ്, അതായത് പതിവ് ചിന്താ ചട്ടക്കൂടുകൾ ഭേദിച്ച് പുതിയ സാധ്യതകൾ കാണാനുള്ള കഴിവ്, ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ പ്രശ്നപരിഹാരങ്ങളിലും തീരുമാനങ്ങൾ എടുക്കുന്നതിലുമൊക്കെ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്. വെറുതെ ഒന്നാലോചിച്ചു നോക്കൂ. ഇന്നത്തെ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.